പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദാറുൽ ഉലൂം ദൈവത്തിലാണ് നമ്മുടെ ഉലമാക്കളെല്ലാം പോയി അവർ അൽ ഖാസിമി ബിരുദം നേടി വന്നത്. ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ പള്ളിയിലെ ബഹുമാന്യനായ ഇമാം ഉസ്താദിനെ പരിചയപ്പെട്ടു. അപ്പൊ പറഞ്ഞു മഹാനായ മാണിയൂർ ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ മോനാണ് എന്ന്. മഹാനായ മാണിയൂർ ഉസ്താദ് ദാറുൽ ഉലൂം ദൈവത്തിലെ വിദ്യാർത്ഥിയാണ്, അവിടെ പഠിച്ച് ഖാസിമി ബിരുദം നേടിയ ആളാണ്. മാണിയൂർ ഉസ്താദ് അത് പറയുന്നത് പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള ഒരു അനുഭവം, ദൈവബന്ധ ദാറുൽ ഉലൂമില് ഈ ഇടയ്ക്കിടെ ഖത്മുൽ ഖുർആൻ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അത് ആഹ്വാനം കേട്ടാൽ മുത്തഅല്ലിമീങ്ങൾ എല്ലാം ഓടിച്ചെന്ന് ഓരോ ജുസ് എടുത്തിട്ട് ഓതി തീർക്കും. അതുപോലെ തന്നെ അവിടെ തെഹ്ലീൽ പരിപാടിയുണ്ട്. തെഹ്ലീൽ എന്ന് പറഞ്ഞാൽ 70,000 ദിക്റ് അല്ലേ, അത് പറ്റുമെന്നൊക്കെ ചെറിയൊരു ചർച്ച നടത്താം. അപ്പൊ അതിനെപ്പറ്റിയുള്ള ആഹ്വാനം സ്പീക്കറിലെ വിളിച്ച് പറഞ്ഞാൽ മുത്തഅല്ലിമീങ്ങളൊക്കെ ഓടിയപ്പം വലിയ ചാക്കിലുണ്ട് ഒരു തരം ചെറിയ പോട്ടി മാതിരിയുള്ള ഒരു സാധനം, അതെടുത്ത് അവിടെ വരും. പെട്ടെന്ന് എല്ലാവരും കൂടി നുള്ളിപ്പൊറുക്കിയൊക്കെ തീർക്കും. അങ്ങനെ തീർത്താൽ നല്ല പാപ്പയും ചായയും കിട്ടും. പാപ്പ എന്ന് പറഞ്ഞാൽ എടുത്ത ബന്ന്, ഇതൊക്കെ ഓർമ്മയിലുള്ളതാണ്. യഥാർത്ഥത്തിൽ എവിടെയെല്ലാം ഉള്ള വലിയ മഹാപണ്ഡിതന്മാരൊക്കെ അല്ലേ അതിനൊക്കെ നേതൃത്വം നൽകുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറെ ആൾ കൂടി ഇരുന്നിട്ട് ഓതിയാൽ അത് ഹത്ത എല്ലാണ്ടായി പോകുകയും ചെയ്യില്ല. അതിലൊന്നും ആർക്കും സംശയം വേണ്ട. മഹാനായ മാണിയൂർ ഉസ്താദ് ദാറുൽ ഉലൂം ദേവബന്ദിൽ പഠിച്ച വിദ്യാർത്ഥി മാത്രമല്ല, ദാറുൽ ഉലൂം ദേവബന്ദിൻ്റെ അവിടുത്തെ വിജ്ഞാനത്തിൻ്റെ പ്രചാരകൻ കൂടിയായിരുന്നു. 1980 ദാറുൽ ഉലൂം ദേവബന്ദിൻ്റെ ശതവാർഷികത്തിൽ സംബന്ധിച്ച അനുഭവം മാണിയൂർ ഉസ്താദ് നമ്മളോട് പങ്കുവെക്കുന്നത് നമ്മൾ കേൾക്കാനിടയായി. ദൈവബന്ധ ദാറുൽ ഉലൂം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിന്റെ ശതവാർഷിക സമ്മേളനം 20 ലക്ഷം ആളുകൾ അണിനിരത്തിക്കൊണ്ട് ചെയ്ത ഉറുദു പ്രസംഗം, ആ കൂട്ടത്തിൽ ചെയ്യുള്ളവരും ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി പറഞ്ഞു, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്, ഏറ്റവും വലിയ സംസ്കാര സംബന്ധൻ, ആ മഹാത്മാവിന്റെ മഹത് ചൈത്യ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ഞാൻ മഹാഭാഗ്യമായി കരുതുന്നു. അതുകൂടാതെ 1980 മഹാനായ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിൻ്റെ നേതൃത്വത്തിൽ മലയാളത്തിൽ ഒരു ദാറുൽ ഉലൂം ശതവാർഷിക സുവനീർ പുറത്തിറക്കിയിട്ടുണ്ട്. ആ പ്രസ്തുത സുവനീറിൻ്റെ പബ്ലിഷിംഗ് ബ്യൂറോയിൽ നമുക്ക് മാണിയൂർ ഉസ്താദിൻ്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ 2 സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളായി അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളുടെ അമരത്തിരിക്കുന്ന 2 മഹാപണ്ഡിതന്മാരുണ്ട്. ഇന്ന് മുമ്പത്തത് അവിടെ ഇരിക്കട്ടെ, KK ഹസറത്ത് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ഈ ദൈവത്തിന്റെ സന്തതിയായിരുന്നു KK ഹസറത്ത്, KK അബൂബക്കർ ഹസറത്ത്. അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ വേലൂരിലെ പ്രശസ്തമായ ഷെയ്ഖ് ഹാസം മദ്രസ്, ഷെയ്ഖ് ഹസൻ നസ്രത്ത്, ഷെയ്ഖ് ഹുസൈൻ അഹമ്മദ് മദനി ദൈവബന്ധിന്റെ ഉസ്താദാണ്. ഷെയ്ഖ് ഹുസൈൻ അഹമ്മദ് മദനിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലത്ത് പങ്കെടുത്തതിൻ്റെ പേര് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കോടതിയിലേക്ക് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി അധികൃതർ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ അതിനെ വിട്ടില്ല. അങ്ങനെ ജനങ്ങൾ പറഞ്ഞു, അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോയി ഞങ്ങൾ കോടതി വരെ പരവതാനി വിധിക്കാം. അങ്ങനെ പരവതാനി ചവിട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. അത്രക്കും മഹാനായ ഷെയ്ഖ് ഹുസൈൻ അദ്ദേഹത്തിൻ്റെ മകനാണ് മഹമ്മൂദ് മദനി, അതിൻ്റെ മകനാണ് ഇപ്പോൾ പാർലമെൻറ്റിലുള്ള ഹുസൈൻ മദനി. കഴിഞ്ഞ പാർലമെൻറ്റിലൊക്കെ ഉള്ള കോൺഗ്രസ്സുകാരാണ്, അവർ മഹാപണ്ഡിതന്മാരാണ്. അവർ പാർലമെൻറ്റിൽ വരുന്നത് വരെ ഒരു ഉസ്താദ് ദർസിലേക്ക് വരും പോലെയാണ് പാർലമെൻറ്റിൽ വരുവാണ്. അതിന് താടിയൊക്കെ തൊപ്പിയിലിട്ട് നല്ല അങ്ങനത്തെ ഹുസൈൻ മദനിയാണ്. മറ്റൊന്ന് ഷെയ്ഖുന ശംസുൽ ഉലമയാണ്. മഹാനായ അസ്ഹരി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ദാറുൽ ഉലൂം ദൈവത്തിന്റെ സന്തതിയായിരുന്നു. അങ്ങനെ ചിത്താരി ഹംസ മുസ്ലിയാർ ദാറുൽ ഉലൂമിന്റെ സന്തതിയായിരുന്നു. ഞാൻ ദൈവബന്ധി പഠിക്കുന്ന കാലത്ത് എനിക്ക് ഉറുദു പരിചയമില്ലാത്തത് കൊണ്ട് ഉറുദു പഠിപ്പിക്കാൻ എന്നെ മഹാനായ കോട്ടാബുക്കാർ മുസ്ലിയാർ അവർ അള്ളാഹു തആല അവർക്ക് അവരുടെ സ്വർഗത്തിൽ സ്വഭാവം കൊടുക്കട്ടെ, നമ്മളെ അവരെ സ്വർഗത്തിൽ നിർമ്മിച്ചു വിട്ടേ. വലിയൊരു പണ്ഡിതനാണ്, ഞാനൊന്നും വെച്ച് പഠിച്ച ആളാണ്, നല്ല ഓർമ്മയുള്ള ആളാണ്. അയാൾ എന്നെ ഉറുദു പഠിക്കാനായി ഒരു ഉറുദുക്കാരനെ ഏൽപ്പിച്ചു.
ആ ഉറുദുക്കാരന് ഞാനൊരു മാസത്തിന് 10, 50, 20 ഉറുപ്പിയെല്ലാം കൊടുക്കും. അയാൾ സാധുവാണ്. അപ്പൊ ആ ഉറുദുക്കാരനിങ്ങനെ പഠിപ്പിക്കുമ്പോ കുറേശ്ശെ ഫാരിസിയും പ്രവേശിക്കും. എന്നിട്ട് അയാള് ഗുലിസ്ഥാനെ കുറിച്ച് സംസാരിച്ചിട്ട് ഈ ഫിറോസിന്റെ ഒരു മഹബത്തിന്റെ കവി, ഫാരിസിയിലുള്ള കവി എനിക്ക് പഠിപ്പിച്ച് ഞാനത് പാടാക്കിയാണ്. മുഹമ്മദ് ബുബദ് ദിൽ പിരി ഹബീബേ ഹുദാ അസ്റഫേ അംബിയ കെ അർശേ മജീദസ് ബുബദ് മുത്തക്ക തുടങ്ങി. അത് ഭാഷ ഫാരിസിയാണ്, നമ്മൾ മറ്റു ഭാഷക്കാരാണല്ലോ. എന്നാലും വായിൽ നാവുള്ള കാലം വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രമാണ്, മദഹ് മാത്രമാണ് എന്റെ ഹൃദയത്തിനെ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്നത്. അയാൾ പറയാണ്, എന്റെ വായിൽ നാവുള്ള കാലം വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മത് പറയാൻ ആണ് എന്റെ നാവിനെ ചലിപ്പിക്കണമെന്ന് എന്റെ ഹൃദയം എന്നോട് പിടിച്ചു പറയുന്നു. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ദാറുൽ ഉലൂമിന്റെ സന്തതിയായ അൽ ഖാസിമി ആയിരുന്നു. 1964 ദൈവബന്ധിൽ നിന്ന് തഹസിലായി വരുന്നത്. എല്ലാവരും ദൈവബന്ധിൽ ഒരു കൊല്ലം പോയി ദൗറത്തുൽ ഹദീസ് മാത്രം പഠിച്ച് പോരലാണ് പതിവ്. ഞാൻ അതിന്റെ പുറമെ രണ്ടാമത്തെ ഒരു കൊല്ലം കൂടി ദൗറത്തുൽ ഹദീസ് പഠിച്ചതിന് ശേഷം രണ്ടാമത്തെ ഒരു കൊല്ലം കൂടി ദൈവബന്ധിലേക്ക് പോയി. ആ പഴയ ആളുകളുടെ ആ പരമ്പരയും പേരും ഉദ്ധരിക്കുന്നത് അവിടെ ഇരിക്കട്ടെ. ഈ ദാറുൽ ഉലൂം ദൈവബന്ധും ഈ ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദും ഇതിന്റെ പ്രവർത്തനവും ഞങ്ങൾക്കറിയാത്തതാണ്. ഇതിന് നമ്മളോടും കേരളത്തോടും ബന്ധമൊന്നുമില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ ആമുഖമായി ഒന്ന് ഈ പ്രസ്ഥാനത്തെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയാം. ഇന്ന് ഈ സമയത്ത് നമ്മുടെ വടക്കൻ മേഖലയിലും ഏതാണ്ട് തെക്കുമൊക്കെയായി സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികമായ പണ്ഡിത പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ അറിയപ്പെടുന്ന സമസ്ത കേരളയുടെ 2 വിഭാഗത്തിന്റെയും പ്രസിഡന്റുമാർ ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ദാറുൽ ഉലൂം ദൈവബന്ധിൽ പഠിച്ച് അവിടെ നിന്ന് ബിരുദം നേടിയയാളാണ്. ദൈവബന്ധിലെ ശരീക്കന്മാർ, ദൈവബന്ധിലുണ്ടായിരുന്ന കാലത്തുള്ള ശരീക്കന്മാരാണ് മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഓക്കെ ഉസ്താദിന്റെ മകൻ ഓക്കെ റഷീദ് മുസ്ലിയാർ പോലൊക്കെ. അത് പിന്നെ ഏറ്റവും അടുത്ത വലിയ സുഹൃത്തും ഏറ്റവും ബന്ധമുള്ള ആളും തന്നെയാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഞങ്ങൾ ഒന്നിച്ചേന്ന് താമസം, ഒന്നിച്ചേന്ന് ഭക്ഷണം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് തന്റെ ശിഷ്യന്മാരെ മുഴുവൻ അങ്ങോട്ടാണ് പറഞ്ഞയച്ചിരുന്നത്. മഹാനായ എന്തിൻകുട്ടി മുസ്ലിയാർ എന്ന ഓക്കെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ, മക്കളെ അടക്കം ഈ ദാറുൽ ഉലൂം ദൈവബന്ധിലേക്കാണ് അൽ ഖാസിമി ബിരുദം നേടാൻ വേണ്ടി പറഞ്ഞയച്ചത്. അതുപോലെ തന്നെ AP വിഭാഗം കാന്തപുരം ഉസ്താദിന്റെ പ്രസിഡന്റായിരിക്കുന്ന മഹാനായ EK സുലൈമാൻ മുസ്ലിയാർ വലിയ സാത്വികനാണ്. അദ്ദേഹം ദാറുൽ ഉലൂം ദൈവബന്ധിന്റെ ഞങ്ങളെ പോലെ അൽ ഖാസിമി, അലിയാർ ഖാസിമി എന്ന് നിങ്ങൾ പറയുന്ന പോലെ അദ്ദേഹം ഖാസിമിയ. ഞാൻ ഒരു കാലത്ത് ദൈവബന്ധിൽ പഠിച്ചിരുന്നു. ദൈവബന്ധ് പണ്ഡിതന്മാർ ഒരു മൗലൂദ് കഴിച്ചറിഞ്ഞ. അപ്പം ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മൗലൂദ് കഴിക്കലുണ്ട്, എന്താണത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയലും ഭക്ഷണ വിതരണവും പൈസ കൊടുക്കലും ഒക്കെ തന്നെയാണ്. അങ്ങനെ സഭ സംഘടിപ്പിക്കൽ അതിൻ്റെ വിധത്തൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ് എന്ന് ഓരോ സമ്മതിച്ച്. ദൈവബന്ധികളെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല, ഓരോ സംഭവിച്ച കാര്യം. ഇവിടെ എന്താ കഴിക്കാത്ത വെച്ച്, ഇവിടെ പതിവുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. ഇവിടെ പതിവുണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ്. അത് നല്ല കാര്യം തന്നെയാണ് അവരും പറഞ്ഞ്. അങ്ങനെ ആരോട് ചോദിച്ചാലും ഇതൊക്കെ ഏതാണ്, ഈ സഭ സംഘടിപ്പിക്കലും ഇതെല്ലാം നല്ല കാര്യമാണ് എന്ന് നല്ലവരെല്ലാവരും പറയും. ഇപ്പോഴുള്ള 2 പ്രസിഡന്റുമാരും ഈ ദാറുൽ ഉലൂം ദൈവബന്ധിന്റെ സന്തതികളാണ്. അതുകൊണ്ട് അറിയാത്തവരല്ല, അപരിചിതരല്ല. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ നിലയിൽ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്.